Hi all. In this video, we are going to discuss about the topic cytokine related diseases. Before moving to the cytokine related diseases, we can see what is cytokine, what is its role, and how it is produced. So simply we can see that cytokines are low molecular weight regulatory protein or glycoprotein. They are secreted by white blood cells and various other cells. The major function of cytokine is to mediate and regulate immune response and inflammation reaction. They also act as a messenger molecules between the cells and perform a variety of functions. Then we can see what is cytokine related diseases. Cytokine related diseases are the diseases which is caused by the abnormality in the production or regulation in the cytokine. Any abnormalities in cytokine production or regulation lead to several disorders in our body. So, such diseases are termed as cytokine related diseases. This condition can result from excessive, insufficient or inappropriate cytokine activity. We have studied that cytokine have several receptors. So, any abnormalities in the receptors also block and inhibit the activities of cytokine. So, they also lead to several disorders. In this video, we are mainly discussing about three types of cytokine related diseases. They are Chagas diseases, bacterial septic shock and lymphoid and myeloid cancer. So first, we are discussing about Chagas diseases. Chagas diseases is an inflammatory infectious diseases. The causative organism of Chagas diseases is the parasite that is Trypanosoma cruzi. This Trypanosoma cruzi is carried out by a vector called triatomine bug or kissing bug. This bug is a species that found in Reduidae order. അപ്പോൾ ഷാഗാസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്. ഈ ഷാഗാസ് ഡിസീസ് കോസ് ചെയ്യുന്ന കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ട്രിംപാനസോമ ക്രൂസിയാണ്. ഈ ട്രിംപാനസോമ ക്രൂസിനെ ക്യാരി ചെയ്യുന്ന കാരിയർ അല്ലെങ്കിൽ വെക്ടറാണ് കിസ്സിംഗ് ബഗ് അല്ലെങ്കിൽ ട്രയാട്ടോമൈൻ ബഗ്. റെഡുവിഡെ ഓർഡറിൽ വരുന്ന ഒരു ബഗ്ഗാണ് ട്രയാട്ടോമൈൻ ബഗ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് ഷാഗാസ് ഡിസീസ് കോമൺ ആയിട്ട് കാണുന്നത് സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, മെക്സിക്ക എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ്. ആ കാരണം അവിടെയാണ് ട്രയാട്ടോമൈൻ ബഗ്സിനെ കോമൺ ആയിട്ട് കാണുന്നത്. റെയർ കേസസിൽ മാത്രമാണ് സദേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഈ ഡിസീസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സൗത്ത് അമേരിക്കയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഷാഗാസ് ഡിസീസസ് ഓൾസോ നോൺ ആസ് അമേരിക്കൻ ട്രിംപാനോസോമിയാസിസ്. എന്താണ് ഷാഗാസ് ഡിസീസസിൽ ഈ ട്രിംപാനോസോമ ക്രൂസി എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ട്രിംപാനോസോമ ക്രൂസി സൊല്യൂബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ കയറിയാൽ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഫാക്ടേഴ്സ് റെഡ്യൂസ് ദ ടി സെൽ IL-2 റെസെപ്റ്റേഴ്സ്. അങ്ങനെ നമ്മുടെ സൈറ്റോകൈൻ്റെ നോർമൽ ഫങ്ഷനെ ഇതെന്ത് ചെയ്യുന്നു, എബ്നോർമൽ ആക്കുന്നു. അങ്ങനെയാണ് ഈ ഷാഗാസ് ഡിസീസ് എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഈ ഷാഗാസ് ഡിസീസസ് ആർക്കും എപ്പോൾ വേണമെങ്കിലും, അതായത് ഒരു ഇൻഫെക്ഷൻ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് ഇഷ്യൂസിലും ഡൈജസ്റ്റീവ് പ്രോബ്ലംസിലൊക്കെ ഇത് ലീഡ് ചെയ്യുന്നതാണ്. ഈ ഷാഗാസ് ഡിസീസസിന് രണ്ട് ഫേസാണുള്ളത്. ഒരു അക്യൂട്ട് ഫേസും ഉണ്ട്, ഒരു ക്രോണിക് ഫേസ് ഉണ്ട്. അക്യൂട്ട് ഫേസിലെ ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ പാരസൈറ്റ് ആയിട്ടുള്ള ട്രിംപാനോസോമ ക്രൂസീനെ കില്ല് ചെയ്യാനായിട്ടുള്ള ഒരു മെഡിക്കേഷനാണ് അവിടെ അക്യൂട്ട് ഫേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ക്രോണിക് സ്റ്റേജിൽ നമുക്കതിനെ കില്ല് ചെയ്യാനായിട്ടുള്ള സ്റ്റേജ് അത് പറ്റില്ല. അപ്പോൾ എന്താണ്, അവിടെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിനെ മാനേജ് ചെയ്യാനുള്ള മെഡിക്കേഷൻസാണ് ക്രോണിക് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഷാഗാസ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ബഗ്. നമ്മൾ പറഞ്ഞു ട്രിംപാനോസോമ ക്രൂസി ബഗ്സിലെ വെക്ടർ എന്നത് ബഗ്സാണ്. അപ്പോൾ ബഗ്സ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബഗ്സ് ഉണ്ടായിരിക്കും. ഈ ബഗ്സിൻ്റെ ഫീസിസിലൂടെ അല്ലെങ്കിൽ യൂറിനിലൂടെയൊക്കെയാണ് ഇത് ഹ്യൂമൻ ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യണത്. അത് ഈ ഫീസിസ് ഐസിൽ റബ്ബ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വൂൺസിലൂടെയൊക്കെ ഈ ഫീസിസിലെ ട്രിംപാനോസോമ ക്രൂസി നമ്മുടെ ബോഡിയിലെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഷാഗാസ് ഡിസീസസ് വൺ വേ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്.
പിന്നെ പറയുന്നത് ഫുഡ് ഓർ ഡ്രിങ്ക് കണ്ടാമിനേഷൻ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സിലൂടെ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലൂടെയും ഷാഗാസ് ഡിസീസ് കോസ് ചെയ്യാം. അതായത് ഈ ബഗ്സിൻ്റെ ഫീസിസ് ഉള്ള ഡ്രിങ്ക്സോ ഫുഡ്സോ കൺസ്യൂം ചെയ്യുന്നത് കൂടെ ഈ ട്രിംപാനോസോമ ക്രൂസി നമ്മുടെ ബോഡിയിൽ കടന്ന് അങ്ങനെയും ഷാഗാസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. തേർഡ് വേ എന്ന് പറയുന്നത് ബ്ലഡ് ഓർ ബ്ലഡ് പ്രൊഡക്ട്സ്. ബ്ലഡ് ഡൊണേഷനിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ഷൻ്റെ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഡൊണേഷനിലൊക്കെ ഇൻഫെക്റ്റഡ് പേഴ്സണായിട്ട് ഒരു ട്രാൻസ്ഫ്യൂഷനൊക്കെ ഉണ്ടായാൽ ഈ ഷാഗാസ് ഡിസീസസ് ആ ഒരു മെത്തേഡിലൂടെയും ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിൻ്റെ സമയത്തും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി ഷാഗാസ് ഡിസീസസ് ഒരു പരിധി വരെ സിംറ്റമാറ്റിക്കാണ്. സിംറ്റംസ് ഒന്നും ഒരു റേഞ്ച് വരെ കാണിക്കില്ല. കാണിച്ചാലും പല സിവിയാരിറ്റിയിലാണ് സിംറ്റംസ് കാണിക്കുക. വി ഹാവ് സെഡ് ദാറ്റ് ദേ ഹാവ് 2 stages, acute stages and chronic stages. അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ബ്രീഫ് ഇൽനെസ് സ്റ്റേജാണ്. അതൊരു സഡൻ ആയിട്ടുള്ള ബ്രീഫ് ഇൽനെസ് അതിൻ്റെ ഒരു സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നതാണ് ഈ അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജാണ് ക്രോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സിംറ്റംസ് ചിലപ്പോഴേ കാണിക്കുള്ളൂ. കാണിച്ചാലും പല റേഞ്ചിൽ മൈൽഡ് ടു സിവിയർ ആയിട്ടുള്ള റേഞ്ചിൽ പല സിറ്റുവേഷൻസ് അനുസരിച്ച് അതിൻ്റെ മൈൽഡ് ടു സിവിയർ വേരിയേഷനായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അക്യൂട്ട് ഫേസിൽ എങ്ങനെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അക്യൂട്ട് ഫേസ് എന്ന് പറയുന്നത് വീക്സ് ടു മന്ത്സ് വരെയാണ് ലാസ്റ്റ് ചെയ്യുക. ആഴ്ചകൾ തൊട്ട് മാസം വരെ, ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഒന്നുമില്ല, ആഴ്ചകൾ തൊട്ട് മാസം വരെയാണ് അക്യൂട്ട് ഫേസ് ലാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് സിംറ്റം ഫ്രീ ആണ്. സംടൈംസ് സിംറ്റംസ് ഒക്കെ ചെയ്യാം. അതിൻ്റെ സിവിയറിറ്റി ഡിഗ്രിയൊക്കെ വേരി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് സ്വെല്ലിംഗ് അറ്റ് ദ ഇൻഫെക്ഷൻ സൈറ്റ്, ഫീവർ, ഫാറ്റിക്, റാഷസ്, ബോഡി ഏക്സ്, ഐലിഡ് സ്വെല്ലിംഗ്, ഹെഡ് ഏക്ക്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, നോസിയ, ഡയേറിയ, വോമിറ്റിങ്, സ്വള്ളൻ ഗ്ലാൻസ്, എൻലാർജ്മെൻറ്റ് ഓഫ് സ്പ്ലീൻ ഓർ ലിവർ. ഇതൊക്കെയാണ് അക്യൂട്ട് സ്റ്റേജസിൽ കോമൺ ആയിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ സിവിയറിറ്റി ഡിപ്പെൻസ് ചെയ്തിരിക്കും. ഇനി ക്രോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ലോങ് ലാസ്റ്റിക് സ്റ്റേജാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ചെയ്തിട്ട് 10 to 20 years ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ഈ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ചിലപ്പോൾ സിംറ്റംസ് തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ സിവിയർ കേസസിൽ അതിൻ്റെ സിംറ്റംസിൻ്റെ സിവിയറിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അക്യൂട്ട് ഫേസിൽ കണ്ട സിംറ്റംസിന് പുറമെ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ്, ഹാർട്ട് ഫെയിലിയർ, സഡൻ കാർഡിയാക് അറസ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, എൻലാർജ്ഡ് ഇസോഫാഗസിൻ്റെ എൻലാർജ്മെൻറ്റ് മൂലം ഫുഡൊക്കെ സ്വോളോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരിക്കും, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായിരിക്കും. കോളൻസിൻ്റെ എൻലാർജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു സൈറ്റോകൈൻസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ റിയാക്ഷനിൽ മെയിനായിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ ഇവിടെ സൈറ്റോകൈനിൻ്റെ ആക്ടിവിറ്റിയാണ് ഡിസ്റ്റർബ് ആയിട്ടുള്ള. അപ്പോൾ എൻലാർജ്മെൻറ്റ് ഇസോഫാഗസിൻ്റെയും കോളൻ്റെയൊക്കെ എൻലാർജ്മെൻറ്റ് കാരണം സ്വോളോയിങ്ങിൽ ഡിഫിക്കൽറ്റി, സ്റ്റൊമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെയാണ് ക്രോണിക് ഫേസിലെ സിംറ്റംസ് കാണിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ നമ്മൾ പറഞ്ഞു 2 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ ആ പാരസൈറ്റിനെ കില്ല് ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 മെഡിക്കേഷൻസാണ് ബെൻസിനഡസോളും നൈഫോർട്ടിമോക്സും. പിന്നെ എന്ന് പറയുമ്പോൾ ക്രോണിക് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിന് സിംറ്റംസിനും സയൻസിനും അനുസരിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ സിംറ്റംസിനും അനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വേരി ചെയ്യും. സോ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക്. ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് ഈസ് എ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ദാറ്റ് ഒക്കർ വെൻ എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസസ് ഡേഞ്ചറസ്ലി. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ഡേഞ്ചറസ്ലി കുറയും, വളരെയധികം കുറയും. ഇനി സെപ്സിസിൻ്റെ മോസ്റ്റ് സിവിയർ സ്റ്റേജിനെയാണ് നമ്മൾ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ഇതൊരു സീരിയസ് കണ്ടീഷനാണ്. ഇംപ്രോപ്പറായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഇൻഫെക്ഷൻസ് മൂലമാണ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് സംഭവിക്കുന്നത്. ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് കറക്റ്റ് ഒരു പാർട്ട് മാത്രമല്ല പല ബോഡി പാർട്സിലും ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് എഫക്റ്റ് ചെയ്യും.
ഹാർട്ടിലാവാം, ബ്രെയിനിലാവാം, കിഡ്നിയിലാവാം, ലിവറായിരിക്കാം, ഇൻറ്റസ്റ്റൈൻ ആയിരിക്കാം. അങ്ങനെ ബോഡിയുടെ പല പാർട്സിനെയും ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് എഫക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഏർലിയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കിൽ നിന്ന് നമുക്ക് ക്യൂർ ചെയ്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ലിമിറ്റ് വിട്ട് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ സർവൈവൽ ഡിഫിക്കൽട്ടായിരിക്കും. ഈ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത് ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞു ബ്ലഡ് പ്രഷർ വളരെയധികം ഡ്രോപ്പ് ആവും. അങ്ങനെ നമുക്ക് എന്താണ് ഫേറ്റലായിട്ടുള്ള ഒരു കണ്ടീഷൻ വരെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഒന്നുമില്ല. ഏത് തരം ബാക്ടീരിയയ്ക്കും ഈ ഒരു ബാക്ടീരിയ സെപ്റ്റിക് ഷോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് ഫംഗസിനായിരിക്കാം, ചില വൈറസസിനായിരിക്കാം, ചില റെയറായിട്ട് മാത്രമാണ് ഈ വൈറസൊക്കെ കാരണം ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാവണം. കോമൺ ആയിട്ട് ബാക്ടീരിയ കാരണം തന്നെയാണ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ നമ്മുടെ ബോഡിയുടെ അകത്ത് കടന്നു കഴിഞ്ഞാൽ അവർ എൻഡോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻഡോടോക്സിൻസ് നമ്മുടെ ടി സെൽ റിസപ്റ്റേഴ്സിനെ ഡെൻഡ്രൈറ്റിക് സെല്ലിലും മാക്രോഫേജസിലുള്ള TLR എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. ഇതെന്ത് ചെയ്യും, ഈ ബൈൻഡിങ് ഇൻ്റർലൂക്കിൻ 1ൻ്റെ പ്രൊഡക്ഷൻ ഓവറാക്കുന്നു, TNF ആൽഫയുടെ പ്രൊഡക്ഷനും ഓവറാക്കുന്നു. അങ്ങനെ സൈറ്റോകൈനിൻ്റെ പ്രോപ്പർ ബാലൻസ് തെറ്റി ഇംപ്രോപ്പറായിട്ടുള്ള ഒരു സൈറ്റോകൈൻ ബാലൻസ് സംഭവിക്കും. അങ്ങനെ സൈറ്റോകൈൻ്റെ ബാലൻസിനെ ഇംപ്രോപ്പറായിട്ട് എഫക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് നമ്മുടെ ബോഡിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാത്തോഫിസിയോളജി നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതായത് ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയ കടന്ന് ബാക്ടീരിയ ഇൻഫെക്ഷൻ സംഭവിക്കും. ഇതാണ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കിനെ ട്രിഗർ ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് ബോഡിയിലെ ഏത് പാർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏത് പാർട്ടിലും വേണമെങ്കിലും അത് സംഭവിക്കാം. ലങ്സിലാവാം, യൂറിനറി ട്രാക്ട്സ് ആവാം, എബ്ഡോമൻ ആവാം, ബ്ലഡ് സ്ട്രീം ആവാം, ഹാർട്ട് ആവാം. അങ്ങനെ ഏത് പാർട്ടിനും വേണമെങ്കിലും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ട്രിഗർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കിനെ ട്രിഗർ ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസിൽ എന്താണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ കടന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ബാക്ടീരിയ ഗെറ്റ് മൾട്ടിപ്ലൈ ആൻഡ് റിലീസ് ടോക്സിൻസ്. Our immune system respond to this by a large number of cytokine. ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയുടെ അകത്ത് കടന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതെന്ത് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ടോക്സിൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് സൈറ്റോകൈൻ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സൈറ്റോകൈൻ്റെ ഈ അളവ് എമൗണ്ട് എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്നു. ഇമ്മ്യൂൺ റെസ്പോൺസും എന്താണ്, ഒരു ലിമിറ്റ് വിട്ട് എക്സസ് ആവുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷനും ഡാമേജ് ടു ബ്ലഡ് വെസൽസൊക്കെ സംഭവിക്കണം. അപ്പോൾ ഒരു ഇംപ്രോപ്പർ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം ഇൻഫ്ലമേഷനും ബ്ലഡ് സെൽസിൻ്റെ ഡാമേജിനൊക്കെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 2 types ഓഫ് ടോക്സിൻസ് ഉണ്ട്, എൻഡോടോക്സിൻസ് ഉണ്ട്, എക്സോടോക്സിൻസ് ഉണ്ട്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസ്, അതായത് ഈക്കോളൈ, സ്യൂഡോമോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസ് എന്താണ്, എൻഡോടോക്സിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസ് എന്താണ്, എക്സോടോക്സിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ടോക്സിൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ടിഷ്യൂസിനെ ഡയറക്റ്റായിട്ട് ഡാമേജ് വരുത്തുന്നു. അപ്പോൾ എന്താണ്, ഇമ്മ്യൂൺ റെസ്പോൺസ് എക്സസീവ് ആവുന്നു, ഇൻഫ്ലമേഷൻ ആവുന്നു, അങ്ങനെ ഒരു സെപ്റ്റിക് ഷോക്ക് സംഭവിക്കുന്നു. നമ്മൾ ഇൻഫ്ലമേഷൻ റെസ്പോൺസ് എക്സസീവ് ആവുമെന്ന് പറഞ്ഞു. അത് കാരണം ഉണ്ടാകുന്ന 2 പ്രോബ്ലംസാണ് വാസോ ഡൈലേഷനും കാപ്പിലറി ലീക്കേജും. ഈ സൈറ്റോകൈൻ ബ്ലഡിൽ എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യും, എന്നിട്ട് മോർ പെർമിയബിൾ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ നമ്മൾ പറഞ്ഞ സെപ്റ്റിക് ആവുമ്പോൾ ബ്ലഡ് പ്രഷർ ഡേഞ്ചറസ്ലി ലോവേഴ്സ് ചെയ്യും. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഡൈലേഷൻ മൂലം ബ്ലഡ് പ്രഷർ കുറയും, ഫ്ലൂയിഡ് ലീക്കേജ് സംഭവിക്കും. അങ്ങനെ എന്താണ്, ബ്ലഡ് ഫ്ലോ നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ലങ്സ് അല്ലെങ്കിൽ ഹാർട്ട്, കിഡ്നി അങ്ങനത്തെ വൈറ്റൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. അപ്പോൾ അത് ഈ ബ്ലഡ് ഫ്ലോ കുറയുന്ന മൂലം അടുത്തതായി സംഭവിക്കുന്ന ഒരു ഭാഗമാണ് എന്താണ്, ഓർഗൻ ഫെയിലിയർ. പ്രോപ്പറായിട്ടുള്ള ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഓർഗൻസിലേക്ക് എത്താണ്ടാവുമ്പോൾ എന്താണ്, അവിടെ സെപ്റ്റിക് ഷോക്ക് അവിടെ പേഴ്സിസ്റ്റ് ചെയ്തിട്ട് ആ ഓർഗൻ
ഫെയിൽ ആവാം, അതിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ഓക്സിജനൊന്നും ക്യാരി ചെയ്ത് അവിടെ എത്തുന്നില്ല. അതുകൊണ്ട് എന്താണ്, ന്യൂട്രിയൻസും ഓക്സിജനൊന്നും ബ്ലഡിലൂടെ പ്രോപ്പറായിട്ട് എത്താത്ത കാരണം ഓർഗൻസ് ഫെയിലാവും, ഫങ്ഷൻ ചെയ്യാനായിട്ട് ഫെയിലാവും. ചിലപ്പോൾ അത് ഒരു ഓർഗൻ മാറില്ല, മൾട്ടിപ്പിൾ ഓർഗൻസ് വരെ ഫെയിൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. പിന്നെ അതൊരു എക്സസീവ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നു, ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു എക്സസീവായിട്ടുള്ള ഇൻഫ്ലമേഷൻ മൂലം വാസോ ഡൈലേഷനും കാപ്പിലറി ലീക്കേജും സംഭവിക്കുന്നു. അതെന്താണ്, വൈറ്റൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു. അപ്പോൾ ന്യൂട്രിയൻസിൻ്റെയും ഓക്സിജൻ്റെയും ഇൻഅവൈലബിലിറ്റി മൂലം ഓർഗൻസ് ഫെയിലിയർ ആവുന്നു. സിംഗിൾ അല്ല, ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിന് വരെ അത് കാരണമാകും. അപ്പോൾ അങ്ങനെയാണ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക്. അപ്പോൾ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക്, അപ്പോൾ സെപ്സിസിന് 3 സ്റ്റേജ് ഉണ്ട്. അതിലെ ഏറ്റവും ലാസ്റ്റത്തെ സിവിയർ ആയിട്ടുള്ള 3rd സ്റ്റേജിനെയാണ് നമ്മൾ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്, നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ് കൂടുന്നു. ഫീവർ ഓർ ഹൈപ്പോതേർമിയ, ചിലപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയി കാണിക്കും, ചില സമയത്ത് വളരെ ലോ ആയിട്ട് കാണിക്കും. ഷേക്കിംഗ് ഓർ ചിൽസ്, നമുക്ക് വിറയിൽ വരാനുള്ള ചാൻസ്. പിന്നെ വാം, ക്ലാമി ഓർ സ്വെറ്റി സ്കിന്നിലെ നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിനായിട്ട് കൂടുതൽ വാമായിട്ട് അല്ലെങ്കിൽ സ്വെറ്റി ആയിട്ട് അങ്ങനെ നമ്മുടെ സ്കിന്നിന് കാണപ്പെടുന്നു. കൺഫ്യൂഷൻ ഓർ ഡിസ്ഓറിയൻറ്റേഷൻ, ഹൈപ്പർ വെൻറ്റിലേഷൻ, റാപ്പിഡായിട്ടുള്ള ബ്രീത്തിങ് കാണിക്കും. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, നമുക്ക് ശ്വാസം എടുക്കുന്നതിലൊരു ബുദ്ധിമുട്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ ഓർ ഹൈപ്പോതേർമിയ, ഷെയ്ക്കിംഗ് ഓർ ചിൽസ്, വാം, ക്ലാമി ഓർ സ്വെറ്റി സ്കിൻ, കൺഫ്യൂഷൻ ഓർ ഡിസ്ഓറിയൻറ്റേഷൻ, ഹൈപ്പർ വെൻറ്റിലേഷൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. 3rd സ്റ്റേജ് ഓഫ് സെപ്സിസിനെയാണ് നമ്മൾ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാണിക്കുന്ന സിംറ്റംസാണ് ഇത് പറയുന്നത്. ഇനി ഈ സെപ്റ്റിക് ഷോക്കായിട്ട് കുറച്ചും കൂടി സിവിയർ ആയിട്ട് മാറുമ്പോൾ നേരത്തെ കാണിച്ച സിംറ്റംസ് നിന്ന് വ്യത്യസ്തമായി അഡീഷണൽ ആയിട്ടുള്ള സിംറ്റംസും കൂടി കാണിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് വെരി ലോ ബ്ലഡ് പ്രഷർ വളരെ ലോ ആയി പോവും, ലൈറ്റ് ഹെഡ്നെസ്, ലിറ്റിൽ ഓർ നോ യൂറിൻ ഔട്ട്പുട്ട്, ഹേർട്ട് പാൽപിറ്റേഷൻ, കൂൾ ആൻഡ് പീൽ ലിംസ്, സ്കിൻ റാഷ്. നേരത്തെ പറഞ്ഞ സിംറ്റംസിൻ്റെ കൂടെ ഈ സിംറ്റംസും കൂടി സിവിയറിറ്റി കൂടുന്തോറും കാണിക്കുന്നു. The last disease we have to discuss is that myeloid cancer and lymphoid cancer. cytokine related ഡിസീസസിലെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മൈലോയിഡ് ക്യാൻസറും ലിംഫോയിഡ് ക്യാൻസറും. മൈലോയിഡ് ആൻഡ് ലിംഫോയിഡ് ക്യാൻസർ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ബ്ലഡ് ക്യാൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹെമറ്റോളജിക് മാലിഗ്നസിസ് ആണ്. വിച്ച് എഫക്റ്റ് ഡിഫറെൻറ്റ് ലീനേജ് ഓഫ് ബ്ലഡ് സെൽസ്. നമുക്കറിയാം ഹെമറ്റോപോയിസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ മൈലോയിഡ് ലീനേജ് ഉണ്ട്, ലിംഫോയിഡ് ലീനേജ് ഉണ്ട്. അപ്പോൾ ഈ 2 ലീനേജിനെ എഫക്റ്റ് ചെയ്യുന്ന ക്യാൻസേഴ്സ്, ബ്ലഡ് ക്യാൻസേഴ്സാണ് മൈലോയിഡ് ക്യാൻസറും ലിംഫോയിഡ് ക്യാൻസേഴ്സും. These cancers arise from cells in the bone marrow from lymphatic system, and they differ based on the type of blood cell they originate from. Some are from myeloid cells, they are called myeloid cancer. Others lymphoid cells called lymphoid cancers. അപ്പോൾ മൈലോയിഡ് ലീനേജിനെ എഫക്റ്റ് ചെയ്യുന്നതിനെ മൈലോയിഡ് ക്യാൻസറിനും ലിംഫോയിഡ് ലീനേജ് സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലിംഫോയിഡ് ക്യാൻസേഴ്സ് എന്നാണ് പറയുന്നത്. വി നോ ദാറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അൺകൺട്രോൾഡബിൾ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സ്റ്റേജാണെന്ന് അറിയാം. അപ്പോൾ ഈ മൈലോയിഡ് സെൽസിൻ്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡിവിഷനും ഗ്രോത്ത് കാണിക്കുകയാണെങ്കിൽ അതിന് മൈലോയിഡ് ക്യാൻസർ എന്നും, ലിംഫോയിഡ് സെൽസിനെയാണ് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലിംഫോയിഡ് ക്യാൻസേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ മൈലോയിഡ് ക്യാൻസർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 types of myeloid cancers are there: acute myeloid leukemia or chronic myeloid leukemia. അങ്ങനെ 2 സ്റ്റേജസ് ആണ്, acute leukemia, chronic leukemia. So first we can discuss about acute myeloid leukemia. The term acute itself state that it is a rapidly progressing cancer. അതായത് റാപ്പിഡായിട്ട് ആ ക്യാൻസർ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു റാപ്പിഡ് ഗ്രോത്താണ് ഈ acute myeloid leukemia കാണിക്കുക. അത് ഇമ്മെച്യൂർ ആയിട്ടുള്ള മൈലോയിഡ് സെൽസിനെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. മൈലോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള മൈലോയിഡ് ബ്ലാസ്റ്റിലെ റാപ്പിഡായിട്ടുള്ള ഒരു പ്രോഗ്രഷനാണ് acute myeloid leukemia കാണിക്കുക. അപ്പോൾ എന്താണ്
ഈ പ്രോഗ്രഷൻ, ഈ ക്യാൻസർ പ്രോഗ്രഷൻ എന്ത് ചെയ്യുന്നു? പ്രൊലിഫറേറ്റ് അൺകൺട്രോളബിൾ ആൻഡ് അക്യുമുലേറ്റ് ഇൻ ദ ബോൺ മാരോ ആൻഡ് ബ്ലഡ്. നമ്മൾ പറഞ്ഞു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ സംഭവിക്കുന്നത്. നമ്മൾ റാപ്പിഡായിട്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ്, ഇമ്മെച്വർ ആയിട്ടുള്ള മൈലോബ്ലാസ്റ്റിൻ്റെ അക്യുമുലേഷൻ ബ്ലഡിൽ അൺകൺട്രോളബിൾ ആയിട്ട് കൂടും. ഈ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ക്യാൻ ഇമ്പയർ ദ പ്രൊഡക്ഷൻ ഓഫ് നോർമൽ ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ ഇമ്മെച്വർ ആയിട്ടുള്ള ബ്ലഡ് സെൽസിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണം നോർമൽ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെ ഈ AML എഫക്റ്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഇമ്മെച്വർ ബ്ലഡ് സെൽസ് കുറയുന്നത് കാരണം നമുക്ക് അനീമിയ, ബ്ലീഡിങ്, ഇൻഫെക്ഷൻസ് അങ്ങനത്തെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. AML കോമൺ ആയിട്ട് ഓൾഡർ അഡൽട്ടിലാണ് കാണിക്കുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ ഒക്കർ അറ്റ് എനി ഏജസ്. അപ്പോൾ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്നത് ഒരു റാപ്പിഡ്ലി പ്രോഗ്രസിങ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസറാണ്. മെയിനായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നത് മൈലോയിഡ്സ്, ഇമ്മെച്വർ ആയിട്ടുള്ള മൈലോയിഡ് സെൽസ് അതല്ലെങ്കിൽ മൈലോബ്ലാസ്റ്റിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് അൺകൺട്രോളബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഇംപ്രോപ്പർ ആയിട്ടുള്ള അക്യുമുലേഷൻ കാരണം നോർമൽ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെ ഇത് എഫക്റ്റ് ചെയ്ത് അനീമിയയ്ക്കും ബ്ലീഡിങ്ങും ഇൻഫെക്ഷനും അങ്ങനെ പല സിംറ്റംസും ഇത് കാണിക്കും. കോമൺ ആയിട്ട് കാണുന്നത് ഓൾഡർ ഇൻഡിവിജ്വൽസിലാണെങ്കിലും ഇറ്റ് ക്യാൻ ഒക്കർ അറ്റ് എനി ഏജസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മൈലോയിഡ് ക്യാൻസർ എന്ന് പറയുന്നതാണ് ക്രോണിക് മൈലോയിഡ് ക്യാൻസർ. അക്യൂട്ട് മൈലോയിഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു റാപ്പിഡ് പ്രോഗ്രസിങ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഇൻ ദ കേസ് ഓഫ് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഇറ്റ് ഈസ് എ സ്ലോവർ ഗ്രോയിങ് ക്യാൻസർ ഓഫ് മൈലോയിഡ് സെൽസ്. അവിടെ ഇമ്മെച്വർ ആയിട്ടുള്ള മൈലോയിഡ് സെൽസിൻ്റെ റാപ്പിഡ് ആയിട്ടുള്ള ക്യാൻസറാണെന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, സ്ലോവർ ഗ്രോയിങ് ക്യാൻസറാണ്. ഇത് എഫക്റ്റ് ചെയ്യുന്നത് മൈലോയിഡ് സെൽസിനെയാണ്. മെച്വർ ആയിട്ടുള്ള മൈലോയിഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. പിന്നെന്താണ്, ഇമ്മെച്വർ ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷനും ഓവറായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ കോമൺലി അസോസിയേറ്റ് വിത്ത് എ ജനറ്റിക് എബ്നോർമാലിറ്റി നോൺ ആസ് ഫിലാഡൽഫിയ ക്രോമസോം. അപ്പോൾ നമ്മൾ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ നമ്മൾ പറഞ്ഞു ഓൾഡർ ആയിട്ടുള്ള അഡൽട്സിലാണ് കൂടുതൽ കാണാൻ പറഞ്ഞു. അപ്പോൾ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഒരു ജനറ്റിക് എബ്നോർമാലിറ്റി ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത്. ഈ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ പ്രോഗ്രസസ് ത്രൂ 3 phases. അപ്പോൾ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയ്ക്ക് 3 phases ഉണ്ട്. പ്രോഗ്രഷനും എന്ന് പറഞ്ഞാൽ സ്ലോവർ ആയിട്ടുള്ള ഗ്രോയിങ് ക്യാൻസറാണ്. അപ്പോൾ ഇതിന് 3 phases ഉണ്ട്. ക്രോണിക് ഫേസ് ഉണ്ട്, ആക്സിലറേറ്റഡ് ഫേസ് ഉണ്ട്, ആൻഡ് ബ്ലാസ്റ്റ് ക്രൈസിസ് സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും ഇതിൻ്റെ സിവിയാരിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ സ്റ്റേജ് ആകുമ്പോഴും സിംറ്റംസ് വേഴ്സൺ ചെയ്യും, ഡിസീസസ് കൂടുതൽ ക്രൂഷ്യലായിക്കൊണ്ടിരിക്കും. അപ്പോൾ മൈലോയിഡ് ക്യാൻസേഴ്സിൻ്റെ സിംറ്റംസ് എന്താണ്? ഫെറ്റിക് നമ്മൾ പറഞ്ഞു നോർമൽ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും. ഇമ്മെച്വർ ആയിട്ടുള്ള ബ്ലഡ് സെൽസിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണം നോർമൽ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് അനീമിയ വരും. അപ്പോൾ അങ്ങനെ അനീമിയ മൂലം ഉണ്ടാകുന്ന ഫാറ്റിക്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, ഈസി ബ്രോയിസിങ് ഓർ ബ്ലീഡിങ്, ബോൺ പെയിൻ, എൻലാർജ്ഡ് സ്പ്ലീൻ ഓർ ലിവർ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മൈലോയിഡ് ക്യാൻസേഴ്സിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ്? മൈലോയിഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്ന് കീമോതെറാപ്പീസ്, കെമിക്കൽസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, കീമോതെറാപ്പീസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കീമോതെറാപ്പീസാണ്. പിന്നെ ടാർജറ്റഡ് തെറാപ്പീസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർജറ്റ് വെച്ചിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ടാർജറ്റഡ് തെറാപ്പീസ്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിലാണ് ടാർജറ്റ് തെറാപ്പീസ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി നമുക്ക് ഹയർ റിസ്ക് ഉള്ള യങ്ങർ അല്ലെങ്കിൽ ഹയർ റിസ്ക് ഉള്ള പേഷ്യൻസിലാണ് കൂടുതലായിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ സപ്പോർട്ടീവ് കെയർ, ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടറിൻ്റെ ട്രാൻസ്ഫർ, ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് സിംറ്റംസ് അനുസരിച്ചിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക. പിന്നെ കോംപ്ലിക്കേഷൻസ് അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെ സപ്പോർട്ടീവ് കെയർ, അത് സിംറ്റംസും സയൻസും അനുസരിച്ചിട്ട് അതിന് വേണ്ട കെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സപ്പോർട്ടീവ് കെയർ. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് കീമോതെറാപ്പി, ടാർജറ്റഡ് തെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആൻഡ് സപ്പോർട്ടീവ് കെയർ. ബ്ലഡ് ക്യാൻസറിൽ 2 ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, മൈലോയിഡ് ക്യാൻസറും ലിംഫോയിഡ് ക്യാൻസറും.
അപ്പോൾ ലിംഫോയിഡ് ലീനേജിലുള്ള സെൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ക്യാൻസേഴ്സാണ് ലിംഫോയിഡ് ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫോയിഡ് ലീനേജിലുള്ളതാണ് ബി സെൽസ്, ടി സെൽസ്, നേച്ചർ കില്ലർ സെൽസ്. അപ്പോൾ ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാൻസറാണ് ലിംഫോയിഡ് ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. ഇത് ലിംഫാറ്റിക് സിസ്റ്റത്തിനാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുക. ലിംഫ് നോഡ്, സ്പ്ലീന്, പിന്നെ അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് ലിംഫോയിഡ് ക്യാൻസർ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. ലിംഫോയിഡ് ക്യാൻസറും മൈലോയിഡ് ക്യാൻസറിൻ്റെ പോലെ 2 ടൈപ്സ് ഉണ്ട്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയും ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയും. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുന്നത് ഒരു റാപ്പിഡ്ലി പ്രോഗ്രസിങ് ക്യാൻസറാണ്. ഇതും ഇമ്മെച്യൂർ ആയിട്ടുള്ള ലിംഫോയിഡ് സെൽസ്, അതായത് ലിംഫോബ്ലാസ്റ്റിനെയാണ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എഫക്റ്റ് ചെയ്യുന്നത്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ഓർ ALL ഈസ് കോമൺ ഇൻ ചിൽഡ്രനിലാണ് കോമൺ ആയിട്ട് കാണുക. ബട്ട് ഇറ്റ് ക്യാൻ ഒക്കർ ഓൾസോ ഇൻ അഡൾട്ടിലും ഇത് കാണിക്കുന്നുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് ചിൽഡ്രനിലാണ് കാണാം. അക്യൂട്ട് lymphoblastic leukemia can involve either B cells or T cells and typically requires aggressive treatment. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിംഫാറ്റിക് സെൽസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇമ്മെച്യൂർ ആയിട്ടുള്ള ലിംഫാറ്റിക് സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇറ്റ് മേ ബി ബി സെൽസ് ഓർ ടി സെൽസ്. ബീനെ ആവാം ടീനെ ആവാം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ബി ടി എന്നില്ല. ബീനെ ആവാം, എയ്തർ ബി ഏതർ ടി, അങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുക. ചിൽഡ്രനിലാണ് കോമൺ, ബട്ട് അഡൾട്ടിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഓർ CLL ഈസ് എ സ്ലോ ഗ്രോയിങ് ക്യാൻസർ. ഇത് സ്ലോ ഗ്രോയിങ് ക്യാൻസറാണ്. ഇത് പ്രൈമർലി എഫക്റ്റ് ചെയ്യുന്നത് ബി സെൽസിനാണ്. നമ്മൾ പറഞ്ഞു ALL ബി സെല്ലിനെയും എഫക്റ്റ് ചെയ്യാം, ടി സെല്ലിനെയും എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ CLL കോമൺ ആയിട്ട് അല്ലെങ്കിൽ പ്രൈമർലി എഫക്റ്റ് ചെയ്യുന്നത് ബി സെൽസിനെയാണ്. ഇത് നമ്മൾ പറഞ്ഞു സ്ലോ ഗ്രോയിങ് ആണ്, പക്ഷേ ഇറ്റ്സ് പ്രോഗ്രസ്സസ് ഗ്രാജുവലി ആൻഡ് മെനി പേഷ്യൻസ് മേ റിമെയിൻ എസിംപ്റ്റമാറ്റിക് ഫോർ ഇയേഴ്സ് ബിഫോർ റിക്വയറിങ് ട്രീറ്റ്മെൻറ്റ്. ഒരു കുറേ കാലത്തേക്ക് അവർ സിംറ്റംസ് ഒന്നും കാണിക്കില്ല. CLL ഈസ് മോർ കോമൺ ഇൻ ഓൾഡർ അഡൾട്ട് ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ലുക്കീമിയ ഇൻ വെസ്റ്റേൺ കൺട്രി. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ചിൽഡ്രനിലാണ് കോമൺ എന്ന് പറഞ്ഞു, പക്ഷേ CLL അഡൾട്ടിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ മാത്രമല്ല അഡൾട്ടിലാണ് കോമൺ ആയിട്ട് കാണുക. പിന്നെ ഇറ്റ് ഈസ് എ കോമൺ ഫോം ഓഫ് ലുക്കീമിയ ഇൻ വെസ്റ്റേൺ കൺട്രിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലുക്കീമിയാണ് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. പിന്നെ സിംറ്റംസ് നമ്മൾ പറഞ്ഞു ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ സ്വള്ളൻ ലിംഫ് നോട്ട്സ്, അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ലോസ്, കാരണങ്ങളൊന്നും ഇല്ലാത്തുള്ള ഒരു വെയ്റ്റ് ലോസ്, ഫീവർ ആൻഡ് നൈറ്റ് സ്വെറ്റ്, ബോൺ പെയിൻ, ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻ, ഫാറ്റിക്. ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ബി സെൽസ് ടി സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാണ്, ക്യാൻസർ മൂലം ഈ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാണ്. അങ്ങനെ ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻ ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ്. അപ്പോൾ മൈലോയിഡ് ലുക്കീമിയയുടെ മാതിരി തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ലിംഫോയിഡ് ലുക്കീമിയയ്ക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന മെഡിക്കേഷൻസ്, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പീസ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ തെറാപ്പീസിലൂടെയാണ് ലിംഫോയിഡ് ലുക്കീമിയനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 3 ഡിസീസസാണ്: ഷാഗാസ്, ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക്, ലിംഫോയിഡ് ആൻഡ് മൈലോയിഡ് ക്യാൻസർ. നമ്മളതിൻ്റെ സിംറ്റംസ് പഠിച്ചു, അതിൻ്റെ കോസസ് പഠിച്ചു, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിച്ചു. അപ്പോൾ ഐ ഹോപ്പ് യു ഹാവ്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.